ഹലോ കൂട്ടുകാരെ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. മൺചട്ടിയിലാണ് നമ്മൾ മീൻകറി വയ്ക്കുന്നത്. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന് ഞാൻ ചതച്ച് ചേർത്തിട്ടില്ല, ഞാനിന്ന് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തത്. അതിലേക്കൊരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാം. വെള്ളം തിളപ്പിച്ചിട്ടാണ് ഞാൻ പൊടികൾ കുതിർത്ത് വെച്ചത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി ഉലുവാപ്പൊടി നന്നായി വെള്ളത്തിൽ കുതിർത്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇത്തിരി ഉപ്പും ഇട്ട് കൊടുത്തു, പിന്നെ വടക്കം പുളിയും ചേർത്ത് കൊടുത്തു. ഇനി കറി ഒന്ന് നന്നായി വെട്ടി തിളയ്ക്കട്ടെ. ആവശ്യമുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി ഇനി നന്നായി വെട്ടി തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ചുവന്ന മീൻ അധികം വേവുള്ള മീനല്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് ഒരുപാട് നേരം ഇട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ മീൻ വെന്ത് കിട്ടും. കറി നന്നായി ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം ഞാൻ ചെറുതീയിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല കറിയൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇത്തിരിയുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല. നല്ല കറിയൊക്കെ സെറ്റായിരിപ്പുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ മീൻ കറി ഇവിടെ റെഡിയാണ്. ഞാൻ ഇത്തിരി ഗ്രേവിയോടെയാണ് എടുത്തിരിക്കുന്നത്, ചക്കയൊക്കെ കഴിക്കേണ്ടതുകൊണ്ട്. അപ്പം മീൻ കറി റെഡിയാണ് കേട്ടോ. ഇനി നമുക്കൊരു ബീട്രൂട്ട് മെഴുക്കുവരട്ടി വയ്ക്കാം. ഞാൻ ചോപ്പറിൽ നേരത്തെ തന്നെ ബീട്രൂട്ട് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടൊക്കെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും അരിയാനൊക്കെ അറിയാലോ. മിക്കവരും ഇപ്പോൾ ചോപ്പറിലൊക്കെയാണ് തോരനൊക്കെ അരിഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ കാണിച്ച് നിങ്ങളെ വെറുതെ സമയം കളയുന്നില്ല. ഞാൻ ചോപ്പറിലേക്ക് നല്ലതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചതാണ് നമ്മുടെ ബീട്രൂട്ട്. വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ടു, സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തു, പിന്നെ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള കറിവേപ്പിലയും ഉപ്പും ഇട്ട് ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി. മഞ്ഞൾപ്പൊടിയുടെയൊക്കെ കുത്തലൊന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാണ് കേട്ടോ. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം തളിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇത്തിരി പച്ചടി വയ്ക്കുന്നുണ്ട്. വെള്ളരിക്ക പച്ചടിയാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഉണ്ടായ ഒരു വെള്ളരിക്കയാണ് കേട്ടോ. ചെടിയുടെ ഇടയ്ക്ക് കിടന്ന് കിളിച്ചതാണ്. അതൊരു ചെറിയ വെള്ളരിക്കയായിരുന്നു. അപ്പം ഞാനത് പച്ചടി വയ്ക്കാമെന്ന് കരുതി. വെള്ളരിക്കയൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും ജീരകവും പിന്നെ നന്നായി അരച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കടുക് കൂടി ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മുടെ അരപ്പിൻ്റെ പച്ചമണം മാറിയപ്പോഴത്തേക്ക് അടച്ചു വെച്ചു. പിന്നെ നമ്മൾ അതൊന്ന് തണുത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 1 കപ്പ് തൈര് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കിയെടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ പച്ചടി ഇവിടെ റെഡിയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ വറവിട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് വറവിട്ട് കൊടുത്തത്. കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ പ്ലാവുള്ളത് കൊണ്ട് തന്നെ എന്നും ചക്ക ഇട്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഇത്തിരി ചക്ക എറിശ്ശേരി വെക്കാമെന്ന് കരുതി. ചക്കയൊക്കെ അരിയുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഞാൻ ചക്കയും ചക്കക്കുരുടെ കുക്കറിൽ നന്നായി വേവിച്ചെടുത്തു. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എറിശ്ശേരിക്കുള്ള അരപ്പ് നമ്മൾ ഇത്തിരി അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും ജീരകവും വെളുത്തുള്ളി കുരുമുളക് മഞ്ഞൾപ്പൊടി നന്നായി മിക്സിയിലിട്ട് അരച്ച് കുറച്ച് കാന്താരിയും കൂടെ ചേർത്ത് അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറിയപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് വറവിട്ട് കൊടുത്തിട്ടുണ്ട്. വറവിന് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പിന്നെ കുറച്ച് തേങ്ങാ കൊത്തും കൂടെ അരിഞ്ഞ് മൂപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ എറിശ്ശേരി ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ 3-4 മീനെടുത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് വരഞ്ഞ് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കുറച്ച് നേരം പുരട്ടി വെച്ചതാണ്. ഇനി നമ്മളത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡിയാണ്. 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് മൂപ്പിച്ച് നമ്മൾ എടുത്തതാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ള ഉച്ചയൂണിൻ്റെ കറികളെല്ലാം റെഡിയാണ് കേട്ടോ. ചക്ക എറിശ്ശേരിയുണ്ട്, മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയുണ്ട്, മീൻ കറിയും ഉണ്ട്. ഇത്രയൊക്കെ പോരെ ഒരു ഉച്ചയൂണുണ്ണ? ധാരാളം. ഇന്ന് ഇത്തിരി കൂടുതലാണ് കേട്ടോ കറികൾ. എന്നും ഇത്രയും കറികളൊന്നും ഉണ്ടാക്കില്ല. എന്തെങ്കിലും ഒരു തോരനോ ഒരു അവിയലോ പിന്നെ ഒരു മീൻ കറി പിന്നെ എന്തെങ്കിലും ഒന്ന് പച്ചക്കറിയുടെ എന്തെങ്കിലും ഒരു സാധനം ഒഴിക്കാൻ വേണ്ടി. ഇത്രയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്.
ചില ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ കറികൾ കൂടുതൽ വെക്കുന്നതേ ഉള്ളൂ. എന്നും ഇങ്ങനെയാണെന്ന് കരുതരുത് കേട്ടോ. വല്ലപ്പോഴും ഒക്കെയാണ് ഇങ്ങനെ ഒരുപാട് കറികളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം ഞാൻ പാത്രത്തിലേക്ക് വിളമ്പുകയാണ്. പാത്രത്തിലേക്ക് നല്ല ചൂട് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിലൊന്നും പഠിത്തമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഉച്ചയാകാറാകുമ്പോഴാണ് ചോറ് വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ ചോറ് വെക്കും. ഉച്ചയ്ക്ക് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് തണുത്തിരിക്കും. ഇപ്പം അങ്ങനെ വേണ്ടാലോ, രാവിലെ ചോറ് വയ്ക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മളിത്തിരി ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ചോറ് വെന്ത് കിട്ടുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് നല്ല ചൂടായിരിക്കും. അപ്പം പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുത്തു. ചക്കയെറിശ്ശേരി വെച്ചു. പിന്നെ ബീട്രൂട്ട് തോരൻ വെച്ചിട്ടുണ്ട്. വെള്ളരിക്ക പച്ചടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മീൻ വറുത്തത്, വെളുത്തുള്ളി ചതച്ചിട്ട് മീൻ വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ആ വെളുത്തുള്ളി എടുത്ത് കഴിക്കാനും മീനകത്തേക്ക് ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ഇറങ്ങി നമ്മളത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാനായിരിക്കും തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഈ ഉച്ചയൂണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.